ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്കിൽ വൻ ഇടിവ്. നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ GDP വളർച്ച 5.4% കൂപ്പുകുത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിൽ 8.1% GDP വളർച്ച. രാജ്യത്ത് 1.5 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മൂന്നാം NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ GDP വളർച്ചാ നിരക്കിലാണ് രാജ്യം വന്നിടിവ് രേഖപ്പെടുത്തിയത്. നടപ്പു സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ GDP വളർച്ച 5.4% കൂപ്പുകുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 7% വരെ വളർച്ച പ്രതീക്ഷിച്ച സ്ഥാനത്താണ് 2.7% കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിൽ ഇത് 8.1%. ഉൽപാദനം, ഉപഭോഗം, ഖനനം എന്നിവയിലെ വളർച്ചാ നിരക്ക് ഇടിഞ്ഞതാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ 14.3% മികച്ച വളർച്ച നേടിയ ഉൽപാദന മേഖലയിൽ വെറും 2.2% വളർച്ച മാത്രമാണ് ഉണ്ടായത്. ഖനന മേഖലയിലും നിർമ്മാണ മേഖലയിലും വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞു. നിർമ്മാണ മേഖലയിൽ ആദ്യ പാദത്തിൽ 5.5% 7.7% കുറഞ്ഞു. വൈദ്യുതി 3.3%, കെട്ടിട നിർമ്മാണം 7.7%, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സേവനം എന്നിവയിൽ 6.7%മാണ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇവ ഒന്നാം പാദത്തിൽ 10.4%, 10.5%, 7.1% എന്നിങ്ങനെ ഉയർന്ന നിരക്കായിരുന്നു. രാജ്യം തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നേരിടുന്നതിനു പിന്നാലെയുണ്ടായ GDP വളർച്ചാ നിരക്കിലെ കുറവും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ തകർക്കും. എന്നാൽ ഈ വെല്ലുവിളിയെ മറികടക്കാനുള്ള ഒരു നീക്കവും കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല എന്ന വിമർശനമാണ് സാമ്പത്തിക വിദഗ്ധരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.